നമസ്കാരം. വോയിസ് ഓഫ് വിജീഷിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് പോളണ്ട് VFSുമായിട്ട് ബന്ധപ്പെട്ട്. അതൊന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ചില ചതിക്കുഴികൾ, ചില കുപ്രചരണങ്ങൾ ഇതെല്ലാം ഒന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിൽ ഓരോരുത്തരും പോയി പെടാതിരിക്കുവാനും കൂടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. ഇത് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കുമൊക്കെ ഇതൊന്ന് പോളണ്ടിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ കുറേയേറെ തെറ്റിദ്ധാരണ പരത്തുന്ന കുറച്ച് വീഡിയോസൊക്കെ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ എന്തെങ്കിലും ജോലി കിട്ടി പോളണ്ടിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തെറ്റായ വീഡിയോസ് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ ഒരു സഹോദരനിലേക്ക് കണ്ടിരുന്നു, ഇന്ന പോലെ ഡേറ്റ് കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അൺസ്കിൽഡ് വിസ അടിച്ച് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ഇത്. അപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്യാനാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. സ്കിൽഡിനാണ് വിസ അടിച്ച് കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അൺസ്കിൽഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ നോട്ടമൊന്നുമില്ല, ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്കിൽഡിൻ്റെ പേപ്പറുകൾ വ്യാജമായിട്ട് ചെയ്യുക, തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ചെയ്ത് കിട്ടും എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ഭാവി വെച്ചിട്ട് നിങ്ങൾ അമ്മാനമാടാൻ നിൽക്കരുത്. തെറ്റായ ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടാക്കി വ്യാജമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, വ്യാജമായ ട്രേഡ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി സബ്മിഷൻ ചെയ്താൽ എംബസി ഇത് ഇപ്പോൾ പഴയ പോലെയുള്ള കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് പലരുടെയും വിസ അടിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവരത് എൻക്വയറിക്ക് വിടുകയും പരിശോധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് 10 വർഷത്തേക്കാണ് ബാൻ കിട്ടാൻ പോകുന്നത്. യൂട്യൂബിലൂടെ പറയുന്ന പുള്ളിക്ക് റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും വേണ്ടി ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ പടച്ചുവിടും. അങ്ങനെ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ പരത്തുന്നതാണ്. ഇതിൽ പലരും പോയി ചതിക്കുഴി ചാടും. നമ്മളെപ്പോഴും നമ്മുടെ ജോബ് ഗ്രൂപ്പുകളിലൊക്കെ പറയാറുണ്ട്, ഇന്ന് വെച്ച് നാളെ ഓടിപ്പോകാമെന്ന് കരുതിയിട്ട് യൂറോപ്പിലേക്ക് ആരും ട്രൈ ചെയ്യരുത്. അപ്പോൾ അത് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ അറിയാം, 1 വർഷം 2 വർഷം 2.5 വർഷമൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ലൈറ്റ് ലൈസൻസ് ഉള്ള ഒരാൾക്കാണ് അത് ഹെവി എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാം കൂടെ 6 മാസം മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽഡിങ്ങുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ 6 മാസം ധാരാളമാണ്. അപ്പോൾ ഈ അൺസ്കിൽഡ് എന്ന് പറയുന്ന ഏജൻസികൾ പറഞ്ഞിട്ട് വെയർ ഹൗസ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വെറുതെ തലവെച്ച് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഈ വക കാര്യങ്ങൾ പഠിച്ച് യഥാർത്ഥത്തിൽ അതിനുള്ളൊരു യോഗ്യത നേടിക്കൊണ്ട് തന്നെ അതിന് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകും. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് ഇപ്പോൾ നമ്മുടെ 4 ഗ്രൂപ്പുണ്ട്, ഏകദേശം 3500 മുകളിൽ ആൾക്കാരുണ്ട് നമ്മുടെ 4 ഗ്രൂപ്പിലുമായിട്ട്. ഇപ്പോൾ ലക്കി ഡ്രോ തുടങ്ങിയതിന് ശേഷം നമ്മൾ നടത്തിയ ഒരു സർവേയിൽ ഇതുവരെ ആർക്കും അൺസ്കിൽഡിന് വിസ അടിച്ചതായിട്ട് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഉടനെ ഇനി അൺസ്കിൽഡിന് വിസ അടിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദയവേദി വ്യാഖ്യാനിച്ചേക്കരുത്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിലും അൺസ്കിൽഡിന് ഇന്ന് വരെ ഒരു വിസ, അതായത് നമ്മുടെ ഈ ലക്കി ഡ്രോ, ഇപ്പോൾ ഈ പുതിയ ലക്കി ഡ്രോ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ, പണ്ടത്തെ കാര്യമല്ല പറയുന്നത്, ആർക്കും അടിച്ചതായിട്ട് അറിയുന്നില്ല. അതുപോലെ നന്നായിട്ട് പരിശോധന വരുന്നുണ്ട്. റിജക്ഷൻ റേറ്റ് നന്നായിട്ട് കൂടുതലാണ്. 10th റീസൺ അടിച്ചാണ് കൂടുതൽ റിജക്ഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറേ പേര് ഇതിൻ്റെ അകത്ത് ലക്കി ഡ്രോയിൽ ഡേറ്റ് സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് തരാം. അതിൻ്റെ പിന്നിൽ നടക്കുന്ന ചതിക്കുഴി എന്ന് പറയുന്നത്, അവർ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചത് നിങ്ങളുടെ ഇത് പൈസ മേടിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സാധനം കൊണ്ട് പോയാൽ സബ്മിഷൻ ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് കയറ്റി വിടില്ല. നിങ്ങൾ നിലവിൽ രജിസ്ട്രേഷൻ ചെയ്തത് ക്യാൻസൽ ചെയ്യുകയും നിങ്ങളെ ലക്കി ഡ്രോയിൽ പരിഗണിക്കുകയുമില്ല. അപ്പോൾ പലരും പറയുന്നുണ്ട് 10 ആഴ്ചയായി ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന്. ഇപ്പോൾ ആഴ്ചയ്ക്ക് നറുക്കെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അത് മാസത്തിലാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. 2 നറുക്കെടുപ്പ് ഇതുവരെ കഴിയുള്ളൂ, അല്ലെങ്കിൽ 3 നറുക്കെടുപ്പേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സ്ലോട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ മാത്രമുള്ള ആൾക്കാർ തന്നെ നമ്മൾ നോക്കിയിട്ട് ഏകദേശം 50ഓളം പേർക്ക് മുകളിൽ ഇപ്പോൾ ഡേറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വിസ അടിക്കുന്നവരുണ്ട്, നന്നായിട്ട് റിജക്ഷനും വരുന്നുണ്ട്. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ നമ്മൾ പറയണം. അപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. പിന്നെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, സൗത്തിലൊക്കെ ഡേറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് എണ്ണം കൂടും, ഇവിടെയും കൂടും. അന്നേരം പല ഏജൻസികളും പറഞ്ഞ് ഒരിക്കലും അതുണ്ടാകില്ല. കാരണം വെച്ചാൽ അവർക്ക് പുതിയ വർക്ക് പിടിക്കാനായിട്ട് ലക്കി ഡ്രോ എന്നുള്ള അല്ലെങ്കിൽ ഡ്രോ സിസ്റ്റം എന്നുള്ളൊരു തടസ്സമായതുകൊണ്ട് അവർ പറയും ഈ മാസം കൊണ്ടേ ഉള്ളൂ, അല്ലെ ലക്കി ഡ്രോ തുടങ്ങിയ സമയം തൊട്ട് പറയുന്നതാണ് 10 ദിവസമേ ഉള്ളൂ, ഈ മാസം അടുത്ത മാസം തൊട്ട് വീണ്ടും VFSലേക്ക് വരും, അതുകൊണ്ട് നിങ്ങൾക്ക്
VFS ഡേറ്റ് എടുത്തിട്ട് ഉടനെ കയറിപ്പോകാൻ. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഏതോ ഒരു സഹോദരൻ്റെ വോയിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10-ാം തീയതി കൊണ്ട് ഡ്രോ സിസ്റ്റം തീരുകയാണ്, VLS വരികയാണ്, VLS വഴിയാണ് ഇനിയുള്ളത്, ഈ 10-ാം തീയതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 10-ാം തീയതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വ്യാപകമായിട്ട് കുറേ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇന്ന് നമ്മുടെ എംബസിയുടെ സൈറ്റിൽ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഡ്രോ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കയറുമ്പോൾ സമയത്ത് നമുക്ക് അവർ കൃത്യമായിട്ട് കാണിക്കും എന്നാണ് നെക്സ്റ്റ് ഡ്രോ. അപ്പോൾ അതിലേതാണ് ടൈം, ഏതൊക്കെ ദിവസങ്ങളിലാണ് സബ്മിഷൻ ഉള്ളത്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് പെർ ഡേ ഒരു സെൻറ്ററിൽ ഒരു സ്ലോട്ടാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം കാണിച്ചിരുന്നത് 9 മണിയാണ്. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് 9 to 9:10 എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടായത് ചിലപ്പോൾ ഒരു സ്ലോട്ട് എന്നുള്ള 2 സ്ലോട്ട് ആകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പക്ഷേ 9:10 സബ്മിഷൻ ഡേറ്റുള്ള ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ 9 മണി വരെ അപ്പം പെർ ഡേ ഒരു സ്ലോട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നോർത്ത് സെൻറ്ററിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു 9 മുതൽ 10:30 വരെയുള്ള സബ്മിഷൻ്റെ ടൈം കാണിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻടേക്കിൻ്റെ തീരുന്ന ഒരു ഭാഗമൊക്കെ ആയിക്കാണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെല്ലാം കാത്തിരുന്ന പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു. ഡ്രോ സിസ്റ്റത്തിൻ്റെ സ്ലോട്ടുകളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നു, നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതായത് ഇന്ന് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നെക്സ്റ്റ് ഡ്രോ 7/10/2024, അത് 7/10/2024, അതായത് വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന ഡ്രോയ്ക്ക് 5 ദിവസമാണ് സബ്മിഷൻ ഡേറ്റുകളായിട്ട് തന്നിരിക്കുന്നത്. അതായത് 7/11/2024, 8/11/2024, പിന്നെ 9-10 ഞായറും തിങ്കൾ അവധിയാണ്. തിങ്കളാഴ്ചയും അവർ കൊടുക്കുന്നില്ല. പോയിട്ട് 12/11/2024 ചൊവ്വാഴ്ചയാണ്, 13/11/2024 ബുധനാഴ്ച, 14/11/2024 വ്യാഴാഴ്ച. അങ്ങനെ ഒരാഴ്ചത്തേക്ക് 5 ദിവസമാണ് ഓപ്പൺ ആകുന്നത്. നമുക്ക് സബ്മിഷൻ ചെയ്യാനുള്ള ഡേറ്റ് കിട്ടുന്നത്. അത് 9 മണി മുതൽ 9:50 വരെയാണ്. നിലവിൽ ഒരു സ്ലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് നമുക്കിത് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അങ്ങോട്ട് ഒരു സെൻറ്ററിൽ ഒരു ദിവസം 5 സ്ലോട്ടാണ്. ഇപ്പോൾ നിലവിൽ പോകുന്ന സിസ്റ്റം പ്രകാരമാണെങ്കിൽ 5 ദിവസം കൊണ്ട് ടോട്ടൽ 25 സ്ലോട്ടാണ് 5 സെൻറ്ററിലും കൂടെ ഒരാഴ്ചത്തേക്ക് ഓപ്പണായി കിട്ടുന്നതെങ്കിൽ, ഇനി വരുന്നത് പ്രകാരം ഒരു സെൻറ്ററിൽ 5 സ്ലോട്ട് വെച്ചിട്ട് 5 ദിവസം കൊണ്ട് 125 സ്ലോട്ട് ഓപ്പൺ ആകും. അതായത് ഒരു സെൻറ്ററിൽ 5 സ്ലോട്ട്, 5 സെൻറ്ററിലും കൂടെ ഒരു ദിവസം, അപ്പോൾ 25 സ്ലോട്ടായി. നിലവിൽ 5 സെൻറ്ററിലും കൂടെ ഒരാഴ്ചത്തേക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 25 സ്ലോട്ടാണ്. അത് മാറിയിട്ട് ഒരു ദിവസം തന്നെ സൗത്തിൻ്റെ അണ്ടറിൽ 25 സ്ലോട്ട് ഓപ്പൺ ആകും. 5 ദിവസം കൊണ്ട് 125 സ്ലോട്ട് ഓപ്പൺ ആകും. അതായത് ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു മാസം നമുക്കിപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരുന്ന സ്ലോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 100 to 125 ആ ഒരു മാസം ഓപ്പൺ ആകേണ്ട സ്ലോട്ടുകൾ മൊത്തം ഒരാഴ്ച കൊണ്ട് ഓപ്പൺ ആകും. അതായത് 2023 ജനുവരി ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 500 to 600 നാഷണൽ എംപ്ലോയ്മെൻറ്റ് സ്ലോട്ടുകളാണ് പോളണ്ടിലേക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനടുത്തേക്ക് വീണ്ടും വരികയാണ്. അതായത് ഏകദേശം ഒരു മാസം 500 നാഷണൽ എംപ്ലോയ്മെൻറ്റ് സ്ലോട്ടുകളാണ് ഓപ്പൺ ആകാൻ പോകുന്നത്. നിലവിൽ വർക്ക് പെർമിറ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു വളരെ സന്തോഷ വാർത്തയാണ്. വിസ അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. നമ്മൾ ജെനുവിനായിട്ടുള്ള പേപ്പറുകളും ജെനുവിനായിട്ടുള്ള കമ്പനികളും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യുക. വളഞ്ഞ വഴിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഭാവി നശിപ്പിച്ച് കളയരുത്. അപ്പോൾ എന്തായാലും അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. അതായത് 11-ാം മാസം മുതൽ അങ്ങോട്ട് സ്ലോട്ടുകളുടെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റിങ്ങിലുള്ളവർക്കൊക്കെ തന്നെ കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഏജൻസികൾ ഇപ്പോൾ തൊട്ട് പോളണ്ടിൻ്റെ പരസ്യം ഇട്ടുകൊണ്ട് വീണ്ടും ആൾക്കാരെ ചാക്കിലാക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഇപ്പോൾ ഇതുവരെയുള്ള സിസ്റ്റത്തിൽ വിസ അടിക്കുന്നേ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. വിസ അടിച്ചായിട്ട് നമുക്ക് അറിവില്ല. ഇനി അടിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണേൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ അറിവിലില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ആദ്യമായിട്ട് വിസ അടിച്ചില്ല എന്നല്ല, അല്ലെ വിസ അടിക്കുകയെന്നല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഏജൻസികൾ ഇപ്പോൾ മോഹനസുന്ദര വാഗ്ദാനമായിട്ട് ഉടനെ ചാടി വീഴും. അതുപോലെ ഇത് ലക്കിട്ടോ നിർത്തുകയാണ്, VFS വരിക എന്നൊക്കെ ഉള്ളത് അവർക്ക് വേണ്ടിയിട്ട് പുതിയ ഇരകളെ കണ്ടെത്താൻ മാത്രമുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചതിക്കുഴിയിൽ പോയി പെടാതിരിക്കുക. അതുപോലെ നിങ്ങൾ പോകുന്നത് ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ പോളണ്ടിൽ ഒത്തിരിയേറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ചുമ്മാ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഓഫീസൊക്കെ ഉണ്ടാക്കിയിട്ട് പേപ്പർ വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ പരിപാടിയൊക്കെ ഏകദേശം നിന്നിട്ടുണ്ട്. കമ്പനികൾക്കാണെങ്കിലും കൈയടിച്ച് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഒഴിവായിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് വെരിഫിക്കേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഊടുകൂടായ്പൊന്നും നടക്കില്ല. അതുപോലെ പലരും ഇതിനിടയ്ക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവങ്ങളാണ് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു.
കാർ ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാവുന്നവർ നാട്ടിൽ വന്നാൽ അവിടെ വന്നാൽ വണ്ടി ഓടിക്കാമെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ലിത്വാനിയക്ക് വെച്ചിട്ട് പലരും അവിടെ കമ്പനിയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവർ 1 മാസം വരെ ഇത് കൊടുത്തിട്ട് ടൈമിംഗ് കൊടുത്തിട്ട് ട്രെയിനിങ് നടത്തി കഴിഞ്ഞിട്ട് ടെസ്റ്റ് പൊട്ട് കാണും. അപ്പോൾ നമ്മൾ പറയാം അവർക്ക് തീരെ അറിവില്ലായതുകൊണ്ടല്ല, അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പക്കാ ഡ്രൈവറാണ്. ഇത് നല്ല സാലറി കൊടുക്കുന്ന കമ്പനികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗർട്ടികയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. അപ്പം ലിത്വാനിയയുടെയൊക്കെ ഒരു കേസിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർ TRP ക്യാൻസൽ ചെയ്ത് തിരിച്ചു കയറ്റുകയാണ്. നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടെ പോയി TRPക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴായിരിക്കും ഇവിടെ ക്യാൻസൽ ചെയ്തും നെഗറ്റീവ് ഡിസിഷൻ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ അവിടെ ഡീപ്പോർട്ട് ചെയ്ത് കയറ്റിവിടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏജൻസികൾ പറയുന്നത് 300% മുകളിലേക്ക് നിങ്ങൾ എടുക്കരുത്. ലിത്വാനിയയുടെയൊക്കെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ, നിങ്ങളൊരു പ്രൊഫഷണൽ ഡ്രൈവർ ആണോ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല ലിത്വാനിയ പുറത്ത് പോയൊക്കെയാണ് സബ്മിഷൻ ചെയ്യേണ്ടത്. ഏജൻസികൾ അവർക്കൊരു ഇരയെ കിട്ടാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറയും. അപ്പോൾ പോയി ചാടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഗൾഫ് കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് കടമാനം പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും 2, 2.5, 3 ലക്ഷമൊക്കെ കൊടുത്തിട്ട് വർക്ക് പെർമിറ്റും മേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ മേലാതിരിക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പലരും നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട്, ഏജൻസിക്ക് ആദ്യം ഒരു ഓഫർ ലെറ്റർ വന്നു, വർക്ക് പെർമിറ്റ് വന്നപ്പോഴത്തേക്ക് 1.5 ലക്ഷം കൊടുത്തു, 2 ലക്ഷം കൊടുത്തു. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി നിങ്ങൾ ചാടരുത്. ഒരു 10-25,000 രൂപക്കുള്ളൂ ഒരു ഏജൻസിക്കും കൂടുതൽ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാതിരിക്കുക. വർക്ക് പെർമിറ്റും അതിൻ്റെ അനുബന്ധ പേപ്പറുകളും വന്ന് നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 25,000 രൂപ, മാക്സിമം ഒരു 50,000 രൂപ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഏജൻസിക്കും അഡ്വാൻസ് കൊടുക്കരുത്. ബാക്കി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു എമൗണ്ട് കൊടുക്കാം, ബാക്കി ആഫ്റ്റർ വിസ എന്നുള്ള രീതിയിൽ കൊടുക്കാം. നിങ്ങൾ കൂടിയ എമൗണ്ട് 1, 1.5, 2 ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ കൊണ്ട് അവർ മറ്റ് ബിസിനസ്സുകൾ ചെയ്യും. നിങ്ങളെ കയറ്റിവിടാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. 1, 1.5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൂട്ടിപ്പോയി അവിടെ പോയി ബഹളമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർ അതിന് സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ 50,000, 70,000 പിടിച്ചിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതുവക കാര്യങ്ങൾ നിങ്ങൾ ഏത് ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിലും കൃത്യമായിട്ട് ചോദിക്കുക. എത്ര കാലം കൊണ്ട് വർക്ക് പെർമിറ്റ് കിട്ടും, എത്ര പൈസ അതിന് തരണം, എത്ര കാലം കൊണ്ട് കയറിപ്പോകാൻ പറ്റും, അല്ലെങ്കിൽ VFSൻ്റെ അല്ലെങ്കിൽ ഡേറ്റ് ആരാണ്, നിങ്ങളാണോ അതോ ഞങ്ങൾ എടുക്കണമോ, അഥവാ ഈ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വർക്ക് പെർമിറ്റ് വേണ്ടാന്ന് വെച്ചാൽ എത്ര രൂപ നിങ്ങൾ പിടിച്ചിട്ട് ബാക്കി പൈസ എനിക്ക് തിരിച്ചു തരും. ഇത് കൃത്യമായിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ഇത്ര കാലം കൊണ്ട് ഞങ്ങൾ കയറ്റിവിടാം, 3 മാസം കൊണ്ടൊക്കെ ഞങ്ങൾ കയറ്റിവിടാം, എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് അവിടെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നവരാണെങ്കിൽ അവരോട് ചോദിക്കാം, 3 മാസം കൊണ്ട് കയറ്റി നിങ്ങൾക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തരുന്ന പൈസ പലിശ സഹിതം തിരിച്ചു തരുമോ. ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് ബോധ്യപ്പെടുക. പൈസ കൊടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് കൈയും കാലുമായിട്ട് അടിച്ച് നിലവിളിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അവർ പറയും അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാവും, ഞങ്ങൾക്ക് ഇത്ര പ്രോസസ്സിങ് ചാർജാണ്, അത് ഞങ്ങൾ പിടിച്ചു എന്ന് പറയും. ഒത്തിരി സഹോദരങ്ങൾ ഈ രീതിയിൽ അബദ്ധത്തിൽ പോയി ചാടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇത് പറയുന്നത്. ഇതിനടിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ നെഗറ്റീവ് കമൻറ്റും കൊണ്ട് ഒത്തിരി ആൾക്കാർ വരാം. കാരണം അവരുടെ തട്ടിപ്പുകൾ നടക്കാണ്ട് വരുന്നതിന് നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണം ഒത്തിരിയേറെ കൂടിക്കൊണ്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ നേരിൻ്റെ വഴിയെ തന്നെ നേരെ പോവുക. ഒത്തിരിയേറെ സഹോദരന്മാരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതിന് താല്പര്യമുള്ളവർ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും പേരും everyone ആയിരിക്കണം. ഒത്തിരി ഏജൻസികളുടെ ആൾക്കാരൊക്കെ ബിനാമികളായിട്ട് കയറി നിങ്ങൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ വരുത്താൻ സാധ്യതയുണ്ട്. ഏജൻസികളുടെ ആൾക്കാർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതമാണ്. പക്ഷേ കൃത്യമായിട്ടും അവരുടെ കാര്യങ്ങൾ അവിടെ ഗ്രൂപ്പിൽ പറയണം. ആൾക്കാർ എന്ത് സംശയം ചോദിച്ചാലും അതിന് മറുപടി അവർക്ക് കൊടുക്കാനും കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നിർബന്ധം വെക്കുന്നതാണ്, ആ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ആൾക്കാർക്ക് അവരുടെ പ്രൊഫൈൽ പിക്ചറും പേരും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ everyone ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ 4ാമത്തെ ഗ്രൂപ്പ്, നമ്മുടെ 3 ഗ്രൂപ്പ് ഫുള്ളാണ്, 4ാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. ഇതിനടിയിൽ വന്ന് വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് കാര്യങ്ങളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊക്കെ മറുപടി തരാമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മുടെ 4 ഗ്രൂപ്പുകളും 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റേതായ ബിസിനസ്സുകളുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്. അപ്പം ദയവേത് എല്ലാവരും സഹകരിക്കുക. എന്തായാലും ഇത്രയും കാലം 1.5-2 വർഷത്തോളം കാത്തിരുന്ന എല്ലാവർക്കും, പോളണ്ടിലേക്ക് പോകാൻ നിൽക്കുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ്. സ്ലോട്ടിൻ്റെ എണ്ണം കൂട്ടി ഏകദേശം ഒരു മാസം 500ഓളം സ്ലോട്ട് ഓപ്പൺ ആവുക എന്ന് പറയുന്നത്. ഈ വിസ അടിച്ചാലും അടിച്ചില്ലെങ്കിൽ പോലും ഈ സാധനം കിട്ടിയിട്ട് ഇത് പരീക്ഷിക്കുമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ സബ്മിഷൻ നടന്നില്ലല്ലോ എന്നുള്ള ആ ഒരു പരാതിയെങ്കിലും നമുക്ക് മാറിക്കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളായിട്ട് ട്രൈ ചെയ്തു, വിസ അടിച്ചോ ഇല്ലയോ എന്നുള്ളത് പിന്നെടുത്ത കേസ്, നമ്മുടെ യോഗം പോലെ നോക്കാം. എങ്കിൽ പോലും നമുക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റാണ്ട് ഈ സാധനത്തിന് പൈസ മുടക്കി പെർമിറ്റ് മേടിച്ച് കൈവച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടം അത് മാറുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ ബ്ലാക്കിൽ ഇത് കൊടുക്കുന്നവർക്കും ഒക്കെ നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. എങ്കിലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. എല്ലാവർക്കും തന്നെ ഉടൻ സ്ലോട്ട് കിട്ടട്ടെ, സബ്മിഷൻ ചെയ്യാൻ പറ്റട്ടെ, വിസ അടിച്ച് കിട്ടാൻ പറ്റട്ടെ. പോളണ്ടിൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ അവരുടെ സ്വപ്നങ്ങൾ വേയിച്ചുകൊണ്ട് അത് എല്ലാം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന്
ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം വോയിസ് ഓഫ് ബിജീഷ്.